ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിലബസ് അക്കാദമി. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. എക്കോളജിക്കൽ ഇന്ററാക്ഷൻസ്, അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിച്ചു തുടങ്ങുന്നത്. ഓക്കെ, എക്കോളജിക്കൽ ഇന്ററാക്ഷൻസിനെ നമ്മൾ ബയോളജിക്കൽ ഇന്ററാക്ഷൻസും എന്നും കൂടെ പറയാറുണ്ട്. അപ്പൊ എന്താണ് ഈ ബയോളജിക്കൽ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ എക്കോളജിക്കൽ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാല്? It refers to the relationship between different organisms in an ecosystem. ഒരു എക്കോസിസ്റ്റത്തിൽ പല ഓർഗാനിസംസും ഉണ്ടാകും അല്ലെ? ഇവ തമ്മിലുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ എക്കോളജിക്കൽ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ബയോളജിക്കൽ ഇന്ററാക്ഷൻ. ഒരു എക്കോസിസ്റ്റത്തിലുള്ള ഡിഫറെന്റ് ഓർഗാനിസംസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ദീസ് ഇന്ററാക്ഷൻസ് ക്യാൻ ബി എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഈ ഒരു ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ പോസിറ്റീവ് ആയിരിക്കാം അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കാം. അതായത് ഒന്നിനത് ബെനഫിഷ്യൽ ആയിരിക്കാം, ചിലപ്പോൾ രണ്ടിനും ബെനഫിഷ്യൽ ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ടിനും അതൊരു നെഗറ്റീവ് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ഹാർംഫുൾ എഫക്റ്റ് തരുന്നതായിരിക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. അല്ലെങ്കിൽ ഒരെഫക്റ്റും തരാത്ത ഒരു റിലേഷനും ഉണ്ടാകാം ആ ഒരു രണ്ട് ഡിഫറെന്റ് സ്പീഷീസ് തമ്മിൽ. ഓക്കെ, ആൻഡ് ദാറ്റ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ഷേപ്പിംഗ് ദ എക്കോസിസ്റ്റം സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. ഇത് പക്ഷെ എന്താണ്, വളരെ ഇമ്പോർട്ടന്റുമാണ്, വളരെ വൈറ്റൽ ആണ്, വളരെ ക്രൂഷ്യൽ ആണ് ഫോർ ഷേപ്പിംഗ് ദ എക്കോസിസ്റ്റം സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. ഒരു എക്കോസിസ്റ്റം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രോസസ്സും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പും വളരെ എസെൻഷ്യൽ ആണ്. ഓക്കെ, ഇന്ററാക്ഷൻസ് മേ ബി ബിറ്റ്വീൻ ദ സെയിം സ്പീഷീസ് ഓർ ഡിഫറെന്റ് സ്പീഷീസ്. ഇപ്പൊ പറഞ്ഞ നമ്മൾ ഇന്ററാക്ഷൻ ഇല്ലേ, അതായത് രണ്ട് സ്പീഷീസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ, അത് ഡിഫറെന്റ് സ്പീഷീസും ആയിട്ടിരിക്കാം, അതേപോലെ തന്നെ സെയിം സ്പീഷീസ് ആയിട്ടിരിക്കാം. ഇപ്പൊ ഒരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ നമ്മൾ പഠിക്കും, അത് സെയിം സ്പീഷീസ് ആയിട്ടാണ് കൂടുതൽ ചാൻസ് വരാറ്. ഓക്കെ, അപ്പോ ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് സ്പീഷീസോ അല്ലെങ്കിൽ സെയിം സ്പീഷീസോ തമ്മിലായിരിക്കാം. ഇനി അതിന് എക്സാമ്പിൾസ് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതിൽ എക്സാമ്പിൾസ് ഒരുപാട് നമുക്ക് കാണാം. ഫ്ലവർ ആൻഡ് ബട്ടർഫ്ലൈ, അത് തമ്മിലൊരു ഇന്ററാക്ഷൻ ഉണ്ട് അവിടെ അല്ലെ? പിന്നെ മാംഗോ ട്രീ ആൻഡ് വാൻഡ. വാൻഡ എന്ന് വെച്ചാൽ മരവാഴ. ആ മരവാഴയും മാംഗോ ട്രീയും തമ്മിൽ ഒരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അവിടെ. പാഡി ആൻഡ് ട്രീസ്, അതായത് നെല്ലും കളകളും തമ്മില് വീഡ്സ്. അപ്പോ ഇത് തമ്മില് ഒരു ഇന്ററാക്ഷൻ ഉണ്ട്, ഒരു റിലേഷൻ ഉണ്ട്. പിന്നെന്താ, മാംഗോ ട്രീയും ലൊറാന്തസും തമ്മിൽ ഒരു ഇന്ററാക്ഷൻ ഉണ്ട്. അതേപോലെ ഡിയർ ആൻഡ് ടൈഗർ, അത് തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഇനി ഈ പറഞ്ഞ റിലേഷൻഷിപ്പ് എല്ലാം കാറ്റഗറൈസ് ചെയ്ത് നമ്മൾ ഓരോ പേരിൽ പഠിക്കും. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഇത് ഏത് ടൈപ്പ് ഓഫ് റിലേഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ പല ടൈപ്പ് റിലേഷൻ ഇപ്പോ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയും: മ്യൂച്വലിസം, കമൻസാലിസം, പ്രിഡേഷൻ, പാരസൈറ്റിസം ആൻഡ് കോമ്പറ്റീഷൻ. മേജർ ആയിട്ട് നമ്മൾ പഠിക്കുന്ന 5 റിലേഷൻഷിപ്പ് ആണ്, 5 എക്കോളജിക്കൽ ഇന്ററാക്ഷൻസ് ആണ്: മ്യൂച്വലിസം, കമൻസാലിസം, പ്രിഡേഷൻ, പാരസൈറ്റിസം ആൻഡ് കോമ്പറ്റീഷൻ. ഇത് ഓരോന്നും നമ്മൾ എടുത്തെടുത്ത് എങ്ങനെയാണ് ആ ഒരു റിലേഷൻ എന്നും ഏതൊക്കെയാണ് അതിൽ വരുന്ന എക്സാമ്പിൾസ് എന്നും നമ്മൾ പഠിക്കും. ഓക്കെ, ആദ്യത്തെയാണ് മ്യൂച്വലിസം. Mutualism is a symbiotic relationship in which both partners are benefited. അതായത് അവിടെ ഒരു വേർഡ് പറയുന്നുണ്ട്, സിംബയോട്ടിക് റിലേഷൻഷിപ്പ്. ഈ സിംബയോട്ടിക് റിലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഗ്രൂപ്പ് അല്ലെങ്കിൽ രണ്ട് സ്പീഷ്യസിനും അവിടെ ഇന്ററാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഇന്ററാക്ഷൻ ഇൻവോൾവ് ചെയ്യുന്ന രണ്ട് സ്പീഷ്യസിനും ബെനഫിഷ്യൽ ആണ് ഈ ഒരു ഇന്ററാക്ഷൻ കൊണ്ട്. ഗുണം മാത്രമേ ഉള്ളൂ രണ്ടുപേർക്കും. അങ്ങനെയുള്ള റിലേഷനെയാണ് നമ്മൾ എന്ത് പറയാ, സിംബയോട്ടിക് റിലേഷൻഷിപ്പ്. ഇപ്പൊ ഈ മ്യൂച്വലിസം എന്ന് പറയുന്നത് എന്താണ്, ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ആണ്. രണ്ടുപേർക്കും ആ ഒരു കൂട്ടുകെട്ട് കൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, ദ റിലേഷൻഷിപ്പ് ഈസ് ഓഫൺ റെഫേർഡ് ടു ആസ് വിൻ വിൻ സിറ്റുവേഷൻ. വിൻ വിൻ സിറ്റുവേഷൻ എന്ന് പറയാൻ പറ്റും. കാരണം എന്താ, രണ്ടുപേർക്കും ഗുണമല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അതിനെ വിൻ വിൻ സിറ്റുവേഷൻ എന്ന് നമുക്ക് പറയാം. വേർ ബോത്ത് ഓർഗാനിസംസ് റിസീവ് അഡ്വാൻറ്റേജസ് ഫ്രം ഈച്ച് അതർ. രണ്ടുപേർക്കും
അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്വാൻറ്റേജസ് ലഭിക്കുന്നുണ്ട്, ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നതാണ് ഗോബി ഫിഷ് ആൻഡ് ഷ്രിമ്പ്, ഫ്ലവർ ആൻഡ് ബട്ടർഫ്ലൈ, സീ അനിമോൺ ആൻഡ് ക്ലൗൺ ഫിഷ്, ഫംഗൈ ആൻഡ് ആൽഗെ. അതായത് ലൈക്കൺ, ഫ്ലവർ ആൻഡ് ബട്ടർഫ്ലൈ നമുക്കറിയാം അല്ലെ. ഫ്ലവറിനെ പോളിനേഷൻ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ബട്ടർഫ്ലൈ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബട്ടർഫ്ലൈക്ക് വേണ്ട നെക്ടറും പോളൻ ഗ്രെയിൻസും ഒക്കെ അവര് എവിടെ നിന്ന് കഴിക്കാറുണ്ട്? ഈ ഒരു ഫ്ലവറിൽ നിന്നും അവര് കൺസ്യൂം ചെയ്യാറുണ്ട്. അപ്പൊ രണ്ടുപേർക്കും ബെനഫിറ്റ് ആണ് അല്ലെ. അപ്പൊ അതെന്താണ്? ഒരു മ്യൂച്വലിസത്തിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. പിന്നെയാണ് ഗോബി ഫിഷും ഷ്രിമ്പും. ആദ്യത്തെ പിക്ചറാണ് ഗോബി ഫിഷിന്റെ ഷ്രിമ്പിന്റെ. ഇവർക്ക് രണ്ടുപേർക്കും ഇതേപോലെ തന്നെ അവര് തമ്മിലൊരു കൂട്ടുകെട്ടുണ്ട്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഗോബി ഫിഷ് ഷ്രിമ്പിനും പ്രൊട്ടക്ഷൻ കൊടുക്കും, അതേപോലെ തന്നെ ഷ്രിമ്പ് ഗോബി ഫിഷിനും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഗോബി ഫിഷ് എന്ന് പറയുന്നത് ഒരു വാർണിംഗ് സിസ്റ്റം ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു പ്രിഡേറ്റർ ഇവർ അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു വാർണിംഗ് സിസ്റ്റം ആയിട്ട് ഈ ഒരു ഗോബി ഫിഷ് ആക്ട് ചെയ്യും. അപ്പോ ഈ ഷ്രിമ്പിനും ഇതേപോലെ തന്നെ ഒന്ന് അവെയർ ആയിട്ടിരിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഷ്രിമ്പും അങ്ങോട്ടേക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ഇന്ററാക്ഷൻസ് ഇത് തമ്മിൽ ഒരു പോസിറ്റീവ് ഇന്ററാക്ഷൻ ആണ് ഈ ഒരു രണ്ട് ഓർഗാനിസംസ് തമ്മിൽ ഉള്ളത്. അതുപോലെ തന്നെയാണ് മറ്റൊരു എക്സാമ്പിൾ ആണ് സീ അനിമോണും ക്ലൗൺ ഫിഷും. ഇതിലെ ആ ഒരു ഓറഞ്ച് കളറിലുള്ള ആ ഒരു ഫിഷാണ് നമ്മൾ എന്ത് പറയാം? ക്ലൗൺ ഫിഷ് എന്ന് പറയാം. സീ അനിമോൺ ആ ഒരു എന്താ ബ്രാഞ്ചഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് പോലെ ഇരിക്കുന്ന ആ ഒരു ഓർഗാനിസിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? സീ അനിമോൺ എന്ന് പറയാം. ഇവിടെ എന്താ? ഇവിടെ ഈ ക്ലൗൺ ഫിഷിന് എന്താ ലഭിക്കുന്നത്? ഒരു ഷെൽട്ടർ കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു പ്രൊട്ടക്ഷനും കിട്ടുന്നുണ്ട്. പിന്നെന്താ? ഈ ക്ലൗൺ ഫിഷിന് സീ അനിമോൺ കഴിക്കുന്ന ബാക്കി ഭക്ഷണം, അത് ലെഫ്റ്റ് ഓവേഴ്സ് കഴിക്കാനും കിട്ടും. അപ്പൊ അതും എന്താണ്? ഈ ക്ലൗൺ ഫിഷിന് ഒരു ഗുണമാണ്, ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ സീ അനിമോണിന് എന്തൊക്കെയായിരിക്കും കിട്ടുന്നത്? സീ അനിമോണിനെ കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ലെഫ്റ്റ് ഓവേഴ്സ് ഇവര് കഴിക്കുമല്ലോ. ക്ലൗൺ ഫിഷ് ലെഫ്റ്റ് ഓവേഴ്സ് കഴിക്കും. അപ്പൊ അവർക്കൊരു ക്ലീനിങ് കിട്ടും അല്ലെ. എല്ലാ ഭക്ഷണവും ബാക്കി വരുന്നത് ആര് കഴിക്കുന്നുണ്ട്? ക്ലൗൺ ഫിഷ് കഴിക്കുന്നുണ്ട്. അപ്പൊ ഒരു ക്ലീനിങ്, അല്ലെങ്കിൽ ആ ഒരു ക്ലീനിങ്ങിന് അവര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അല്ലെ ഈ സീ അനിമോണിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന കുറച്ച് പെസ്റ്റുകളെ ഈ ക്ലൗൺ ഫിഷ് കഴിക്കും. അപ്പോൾ അങ്ങനെ ഒരു പെസ്റ്റ് കൺട്രോളും ഈ ഒരു ക്ലൗൺ ഫിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ് കൂടി സി അനിമോണ് കിട്ടുന്നുണ്ട്. അപ്പൊ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേപോലെ തന്നെ ഓരോ അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ, ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതും എന്താണ്? ഒരു മ്യൂച്വലിസ്റ്റിന് എക്സാമ്പിൾ ആണ്. പിന്നെ ലൈക്കൺ, നമ്മൾ അടക്കാമരത്തിലും പിന്നെ അങ്ങനെയുള്ള എന്താ പറയാ പൊല്യൂഷൻ ഇല്ലാത്തൊരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു എന്താ പറയാ ഒരു റിലേഷൻഷിപ്പ് ആണ് ഈ ലൈക്കൺ എന്ന് പറയുന്നത്. ലൈക്കൺ ഒരു സിംബിയോട്ടിക് റിലേഷൻഷിപ്പ് ആണ് ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫംഗൈ. ആൽഗെ എന്ന് പറയുന്നത് എന്താണ്? അവര് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ട് അവര് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ എക്സ്ട്രാ ഫുഡ് ലൈക്കൺ അല്ലെ സോറി ഫംഗൈക്ക് അവർ കൊടുക്കുന്നു. ഫംഗൈ ഈ ആൽഗയ്ക്ക് ഒരു ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഇന്ററാക്ഷൻ, ഒരു മ്യൂച്വലിസ്റ്റിക് ഒരു ഇന്ററാക്ഷൻ ആണ് ഈ ലൈക്കണിലുള്ളത്. ഇതും എന്തിന് എക്സാമ്പിൾ ആണ്? മ്യൂച്വലിസം എന്ന ഒരു പ്രോസസ്സിന് എക്സാമ്പിൾ ആണ്. ആ മ്യൂച്വലിസം എന്ന പ്രോസസ്സ് ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംബിയോട്ടിക് റിലേഷൻഷിപ്പ് ആണ്, രണ്ടുപേർക്കും ബെനഫിറ്റ് കിട്ടുന്നതാണ്. ഓക്കെ അല്ലേ? അടുത്ത റിലേഷൻ ആണ് കൊമൻസാലിസം. കൊമൻസാലിസം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സ്പീഷീസ് അല്ലെങ്കിൽ ആ ഒരു ഇന്ററാക്ഷനിൽ വരുന്ന ഒരു സ്പീഷീസ് ആ ഒരു സ്പീഷീസിന് ബെനഫിറ്റ് ആവുന്നുണ്ട് ആ ഒരു ഇന്ററാക്ഷൻ കൊണ്ട്. അപ്പൊ മറ്റേ സ്പീഷീസിനോ? അതിന് പ്രത്യേകിച്ച് ഗുണമോ ദോഷമോ ഒന്നുമില്ല. ദ അതർ സ്പീഷീസ് ഇസ് നോട്ട് അഫക്റ്റഡ്. ആ ഒരു ഇന്ററാക്ഷൻ കൊണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അങ്ങനെ ഒരു ഇന്ററാക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് മറ്റേ സ്പീഷീസിനെ പ്രത്യേകിച്ച് ഗുണമോ ഇല്ല. പക്ഷെ ഒന്നിനെന്താണ്? അത് ബെനഫീഷ്യൽ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കമൻസാലിസം എന്ന് പറയുന്നത്. ഇനി അതിന് എക്സാമ്പിൾസ് നമുക്ക് നോക്കുകയാണെങ്കിൽ റിമോറ ഫിഷ് ആൻഡ് ഷാർക്ക്, ബാർണക്കിൾസ് ഓൺ വെയിൽ, ഓർക്കിഡ്സ് ഓൺ ട്രീസ്. ഈ റിമോറ ഫിഷ് എന്ന് പറയുന്നത് ഷാർക്കിന്റെ അടുത്ത് കാണുന്ന ഒരു കുട്ടി ഫിഷ് ഇല്ലേ, അതിനെയാണ് നമ്മൾ റിമോറ ഫിഷ് എന്ന് പറയുന്നത്. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷാർക്കിനെ ഇങ്ങനെ പറ്റിപ്പിടിച്ചാണ് അവരിങ്ങനെ നടക്കുക. അപ്പൊ എന്താ? ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ
ഈ റിമോറ ഫിഷിനെ ഷാർക്ക് കഴിക്കുന്ന ഫുഡിന്റെ ലെഫ്റ്റ് ഓവേഴ്സ് കഴിക്കാനായിട്ട് കിട്ടും. അതേപോലെ തന്നെ ഷാർക്കിന് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ട് അവർക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടും, ഇല്ലേ, മറ്റുള്ള ഫിഷിൽ നിന്ന്. അതുപോലെ തന്നെ ഫ്രീ റൈഡാണ്, അല്ലെ, എവിടെയാണോ പോകേണ്ടതെന്നൊക്കെ ഉള്ളത് ഈ പുള്ളിക്ക് അല്ലെങ്കിൽ ഈ റിമോറ ഫിഷിന് അധികം എനർജി ഒന്നും യൂസ് ചെയ്യണ്ട ട്രാവലിങ്ങിന് വേണ്ടിയിട്ട്. ഫ്രീ റൈഡ് കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ആർക്ക് കിട്ടുന്നുണ്ട്? റിമോറ ഫിഷിന് കിട്ടുന്നുണ്ട്. എങ്കിൽ ഷാർക്കിനോ? ഷാർക്കിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഒരാളിങ്ങനെ എന്തായാലും ഞാൻ ഇങ്ങനെ നടക്കുകയാണ്, ഒരാൾ കൂടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ പ്രശ്നം? യാതൊരു പ്രശ്നമില്ല. എനിക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു റിലേഷനെ നമ്മൾ പറയുന്നതാണ് കമൻസാലിസം. അതിന് എക്സാമ്പിൾ ആണ് റിമോറ ഫിഷ് ഷാർക്ക്. പിന്നെ ഒന്നാണ് ബാർണക്കിൾസ് ഓൺ വെയില്. വെയിലില് നമ്മളിപ്പോ കുറച്ച് ഇൻസ്റ്റയിലെ കുറച്ച് വീഡിയോസ് ഒക്കെ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ വെയിലിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ബാർണക്കിൾസ് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വെയിൽ മേഘം. അപ്പൊ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുമ്പോ ഇതേപോലെ തന്നെ ഈ ബാർണക്കിൾസിന് ഇതേപോലെ തന്നെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും, അതേപോലെ തന്നെ ഫുഡിന്റെ ലെഫ്റ്റ് ഓവേഴ്സ് കിട്ടും, സെയിം തന്നെ ഫ്രീ റൈഡ് കിട്ടും. എങ്കിൽ ഈ വെയിലിനോ? വെയിലിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ട്. എങ്കിൽ ദോഷമുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. ബാർണക്കിൾസ് ഇവരെ അറ്റാക്ക് ചെയ്യോ, വെയിലിനെ അറ്റാക്ക് ചെയ്യോ, വെയിലിന്റെ ടിഷ്യൂസ് എടുക്കുകയോ അല്ലെങ്കിൽ വെയിലിന്റെ സ്കിന്നിനെ ഡാമേജ് ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ടച്ച് ചെയ്തിരിക്കുന്നു. അപ്പോ എന്താണ്? വെയിലിന് പ്രത്യേകിച്ച് ഗുണമോ ദോഷമോ ഇല്ല. അതൊരു കമൻസാലിസിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ആണ് പ്ലാന്റിൽ കാണുന്ന ഒരു എക്സാമ്പിൾ ആണ് ഓർക്കിഡ് ഓൺ ട്രീസ്. ഓർക്കിഡ് എന്ന് പറയുന്നത് ഒരു എപ്പിഫൈറ്റാ. എപ്പിഫൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കാനായിട്ട് ഒരു ഹോസ്റ്റ് അവർക്ക് വേണം. അപ്പൊ അങ്ങനെ അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോ ഹോസ്റ്റ്, ഈ ഹോസ്റ്റിനെ അവര് പക്ഷെ എന്താ, അവര് പ്രത്യേകമായിട്ട് ഈ ഹോസ്റ്റിനെ അങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യില്ല. കാരണം ഈ ഓർക്കിഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു എപ്പിഫൈറ്റ് എന്ന് പറയുന്നത് അവർക്ക് തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ ക്യാപ്പബിൾ ആണ്. അവർക്ക് ഫോട്ടോസിന്തസിസ് വഴി അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. ഇവർക്ക് അവരുടെ ഫുഡ് ആവശ്യമില്ല, ഹോസ്റ്റിൽ നിന്ന് ഫുഡ് ഇങ്ങനെ വലിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഹോസ്റ്റ് ഇവർക്ക് എന്തിനാണ്? അറ്റാച്ച്മെന്റിന് മാത്രമുള്ളതാണ്. അങ്ങനെയുള്ള പ്ലാന്റുകളാണ് നമ്മൾ എപ്പിഫൈറ്റ് എന്ന് പറയാ. എപ്പിഫൈറ്റിന്റെ എക്സാമ്പിൾ ആണ് ഓർക്കിഡ്. അപ്പൊ ഇവിടെ ഓർക്കിഡ് ഒരു പ്ലാന്റിൽ അല്ലെങ്കിൽ ഒരു മരത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുമ്പോ ഈ ഓർക്കിഡിന് എന്താണ്? ഒരു ഷെൽട്ടർ കിട്ടി, അല്ലെ? എങ്കിൽ ആ പ്ലാന്റ് അല്ലെങ്കിൽ ആ അറ്റാച്ച് ചെയ്തിട്ടിരിക്കുന്ന ആ ഒരു ട്രീക്ക് പ്രത്യേകിച്ച് ഗുണമോ ദോഷമോ ഇല്ല. ഇവർ അറ്റാച്ച് ചെയ്തിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ഈ ട്രീ വലിച്ചെടുക്കുന്ന മിനറൽസ് ആയിക്കോട്ടെ വാട്ടർ ആയിക്കോട്ടെ അവർ വലിച്ചെടുക്കാറില്ല. അവർക്ക് തന്നെ ഫുഡ് പാകം ചെയ്യാനായിട്ട് അറിയാം, അവർ തന്നെ ചെയ്യും. അതുകൊണ്ട് എന്താണ്? ഇവിടെ ഒരു കമൻസാലിസമാണ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻ ആണ് ഈ ഓർക്കിഡ് ഓൺ ട്രീസിലെ നല്ല നമ്മൾ കാണുന്നത്. അപ്പൊ ഇതാണ് കമൻസാലിസത്തിനുള്ള എക്സാമ്പിൾസ്. ഇനി നെക്സ്റ്റ് ആണ് പ്രിഡേഷൻ. പ്രിഡേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് ചെയിൻ പഠിച്ചപ്പോൾ പഠിച്ചായിരുന്നു. ഒരു പ്രേയും ഒരു പ്രിഡേറ്ററും. ഒരാൾ ഭക്ഷിക്കപ്പെടുന്നു, മറ്റൊരാൾ അതിനെ ഭക്ഷണമാക്കുന്നു. ഇൻ പ്രിഡേഷൻ വൺ ഓർഗാനിസം ഫീഡ്സ് ഓൺ അനദർ ലിവിങ് ഓർഗാനിസം. അതായത് ഒന്ന് മറ്റൊന്നിനെ ഭക്ഷിക്കുന്നു. അങ്ങനെ ഏതാണോ ഇരയാക്കപ്പെടുന്നത് അതാണ് പ്രേ എന്ന് നമ്മൾ പറയുന്നത്. ഈ പ്രേയിനെ ഭക്ഷിക്കുന്ന ആൾക്കാരാണ് പ്രിഡേറ്റർ. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മൾ എന്താ പറയാ, മാനും കടുവയും എന്ന് പറയുന്നത്, അല്ലെ? മാനാണ് അവിടുത്തെ പ്രേ, ഇനി കടുവയാണ് അവിടുത്തെ പ്രിഡേറ്റർ, അല്ലെ? ദിസ് റിലേഷൻ ഈസ് ബെനഫിഷ്യൽ ഫോർ പ്രിഡേറ്റർ വൈൽ ഇറ്റ് ഈസ് ഹാർംഫുൾ ഫോർ ദ പ്രേ. പ്രിഡേറ്ററിനെ അപേക്ഷിച്ചിട്ട് ഇതൊരു ബെനഫിഷ്യൽ ആയിട്ടുള്ള റിലേഷൻ ആണ്, അല്ലെ? അതിന് ഭക്ഷണം കിട്ടും. എങ്കിൽ പ്രേക്കോ അത് വളരെ ഹാർംഫുൾ ആണ്, അല്ലെ? അതിനെ അറ്റാക്ക് ചെയ്യല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് ഹാർംഫുൾ ആണ്. അപ്പൊ ഇവിടെ ഒരാൾക്ക് ഗുണമുണ്ടാകുന്നു, മറ്റൊരാൾക്ക് ദോഷമുണ്ടാകുന്നു. അങ്ങനെ ഒരു റിലേഷൻ ആണ് ഈ പ്രഡേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ക്രൂഷ്യൽ ഫോർ ദ ബാലൻസ് ഓഫ് ദ എക്കോസിസ്റ്റം. നമുക്ക് വിചാരിക്കുമ്പോൾ നമുക്ക് വളരെ കഷ്ടം തോന്നും, അല്ലെ? ഒരു മാനാണ് അവിടെ പറഞ്ഞൊരു ചെറിയൊരു അല്ലെങ്കിൽ മറ്റൊരു എന്താണ് ശക്തി കുറഞ്ഞൊരു ഓർഗാനിസം അവിടെ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലെ? മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കത് ഓർക്കുമ്പോൾ കുറച്ച് വിഷമം ഉണ്ടാകും. പക്ഷെ ഈ പറഞ്ഞിട്ടുള്ള പ്രേ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി ഓഫ് ആനിമൽസ് കൂടുതലാകാനായിട്ട്, ഒരു ഓവറായിട്ട് അതിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ കൂടാതിരിക്കാനായിട്ട്, അതിനെ ലിമിറ്റഡ് നമ്പറിൽ നിർത്താനായിട്ടും ഈ ഒരു പ്രോസസ്സും കൊണ്ട് കഴിയുന്നുണ്ട്, അല്ലെ? ഈ ഒരു പ്രൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ്. അപ്പൊ ഇതൊരു ബാലൻസിങ്ങിന്റെ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു പ്രോസസ്സും കൂടെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. നമ്മുടെ ഭൂമിയുടെ നേച്ചറിന്റെ ഒരു ബാലൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സും കൂടിയാണ് ഈ പ്രൊഡേഷൻ. അപ്പൊ അങ്ങനെ പ്രൊഡേറ്റേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാരാണ് ജാഗോർ,
ലയൺ, സ്നേക്ക്, ബാലിൻ വെയിൽസ്, അക്വാട്ടിക് ആയിട്ടുള്ള ഓഷ്യനിൽ കാണുന്നതാണ് ബാലിൻ വെയിൽസ്. അപ്പൊ ഇതൊക്കെ എല്ലാം എന്താണ്? പ്രിഡേറ്റേഴ്സ് ആണ്. അപ്പൊ ഇതാണ് പ്രിഡേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള റിലേഷൻ. പ്രിഡേഷനിൽ ഒരാൾക്ക് ബെനഫിഷ്യൽ ആണ്, മറ്റേ ആൾക്കത് ദോഷവുമാണ്, ഹാംഫുള്ളും ആണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് പാരസൈറ്റിസം. Parasitism is a relationship in which one species benefited and other is harmed. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് പ്രിഡേഷനിൽ പറഞ്ഞ പോലെ തന്നെ ഒരാൾക്ക് ബെനഫിറ്റ് ഉണ്ട്, മറ്റേ ആൾക്ക് അത് എന്താണ്? ഹാം ആണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ മറ്റേ ആൾക്ക് അത് ദോഷമാണ് ഉണ്ടാക്കുന്നത്. The parasite derive nutrients, shelter and other benefits from the host, while the host is harmed or exploited in the process. പാരസൈറ്റ് എന്ന് പറയുന്നത് അവർക്ക് എന്താണ്? അവര് ഹോസ്റ്റിൽ നിന്ന് പല സാധനങ്ങളും, പാരസൈറ്റിന് വേണ്ട സാധനങ്ങളൊക്കെ അവര് വലിച്ചെടുക്കുന്നു ഹോസ്റ്റിൽ നിന്ന്. അപ്പൊ ഹോസ്റ്റ് എന്താണ്? എക്സ്പ്ലോയിറ്റഡ് ആവുകയാണ്, അല്ലെ? അവിടെ ഹോസ്റ്റിന് അതെന്താണ്? ഹാർംഫുൾ ആണ്. അപ്പൊ അങ്ങനെ ഒരു റിലേഷനെയാണ് നമ്മൾ പാരസൈറ്റിസം എന്ന് പറയാം. സം പാരസൈറ്റ്സ് ലീവ് ഇൻസൈഡ് ദ ഹോസ്റ്റ് ഓർ സം ലീവ് ഓൺ ദ സർഫസ് ഓഫ് ദ ഹോസ്റ്റ്. അപ്പൊ ഹോസ്റ്റിന്റെ ഉള്ളിൽ, ശരീരത്തിനകത്ത് ജീവിക്കുന്ന പാരസൈറ്റും ഉണ്ട്, അതേപോലെ തന്നെ സർഫസിൽ, ബോഡിയുടെ സർഫസിൽ കാണപ്പെടുന്ന പാരസൈറ്റും ഉണ്ട്. നമ്മുടെ ബോഡിയിലെ സർഫസിൽ കാണുന്ന ഒരു പാരസൈറ്റ് ആണ് നമ്മൾ പേന്, ലൈസ് എന്ന് പറയുന്നത്. പേൻ, അല്ലെ? നമ്മുടെ ഇപ്പൊ നമ്മള് പുറത്തൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടിയൊക്കെ ഇപ്പൊ മുടിയിലൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇത് അവര് ഫുഡായിട്ട് കൺസ്യൂം ചെയ്യുന്നു, അതേപോലെ തന്നെ അവർക്ക് ഒരു ഷെൽട്ടർ കിട്ടുന്നു. നമുക്കോ? നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും, അല്ലെ? പേൻ തലയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമുക്കത് എന്താണ്? നമുക്കത് ഹാംഫുൾ ആണ്. തല ഇടക്ക് ഇപ്പൊ അതേപോലെ ഡാൻഡ്രഫ് വരും, അതേപോലെ തന്നെ ചെറിയ ചെറിയ മുറിവുകളൊക്കെ തലയിൽ ഉണ്ടാവും. അപ്പൊ നമുക്കത് ഹാംഫുൾ ആണ്, അല്ലെ? ഇത് ഒരു, അപ്പൊ ഇവരെന്താണ്? നമ്മുടെ ഒരു തലയുടെ സർഫസിൽ കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ സർഫസിൽ കാണുന്ന ഒരു പാരസൈറ്റ് ആണ് ലൈസ് എന്ന് പറയുന്നത്. പിന്നെന്താണ്? ഹുക്വാമ്. ഹുക്വാമ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ബോഡിയുടെ അകത്ത് കാണുന്ന, അല്ലെങ്കിൽ എന്താണ്, അനിമൽസിന്റെ ഒക്കെ ബോഡിയുടെ അകത്ത് കാണുന്ന ഒരു തരം പാരസൈറ്റ് ആണ്. പിന്നെ അതേപോലെ ഇപ്പൊ ഡോഗ്സിനൊക്കെ വളർന്നു വന്നവരാണെങ്കിൽ അവരപ്പം മന്ത്ലി ഒക്കെ ഇപ്പൊ വിരയൊക്കെ പോകാനായിട്ടുള്ള മരുന്നുകളൊക്കെ കൊടുക്കും. അപ്പൊ അവരുടെ ശരീരത്തിലും ഇതേപോലെ വിരകളൊക്കെ ഉണ്ടാകും, അതൊക്കെ പുറത്തേക്ക് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഇത് ഡോഗ്സിന്റെ അകത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ അവർക്കും ഇതേപോലെ തന്നെ പലതരത്തിലുള്ള ഡൈജസ്റ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കും, അതേപോലെ അവർക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടാക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പാരസൈറ്റ് അകത്തുള്ള, ശരീരത്തിന്റെ അകത്തുള്ള പാരസൈറ്റുകൾ ചെയ്യും. പിന്നെ പ്ലാന്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ലൊറാന്തസോൺ ട്രീസ്. അതായത് ചില നമ്മുടെ നാട്ടിലൊക്കെ കാണാം മാവില് ഈ ഒരു ഇത്തിൽക്കണ്ണി, ലൊറാന്തസ്. ഇത്തിൽക്കണ്ണി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇങ്ങനെ വർത്തമാനമൊക്കെ പറയുമ്പോൾ പറയും, നീ എനിക്കൊരു ഇത്തിൽക്കണ്ണിയാവെന്ന് പറയും, അല്ലെ? എന്റെ കാര്യങ്ങളൊക്കെ അവനിങ്ങനെ ഊറ്റിയെടുക്കുന്നുണ്ട്, അല്ലെ? എന്റെ കാശ് ഊറ്റിയെടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ പല പല കാര്യങ്ങൾ ഇതേപോലെ അവൻ എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്, അല്ലെ? അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഇത്തിൽക്കണ്ണികൾ എന്ന് പറയും. അപ്പൊ ഇത്തിൽക്കണ്ണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാവില് അറ്റാച്ച് ചെയ്യാൻ മാത്രമല്ല, ഈ മാവ് വലിച്ചെടുക്കുന്ന ജലവും ലവണങ്ങളും എല്ലാനും ആര് വലിച്ചെടുക്കുന്നുണ്ട്? ലൊറാന്തസ് വലിച്ചെടുക്കും. അപ്പൊ മാവ് ഗ്രാജുവലി എന്ത് പറ്റും? ഗ്രാജുവലി ഈ മാവ് ഉണങ്ങിപ്പോവും, അല്ലെ? ആ ഒരു പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ചു കളയും ഇവര്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പാരസൈറ്റ് എന്ന് പറയുന്നത്, ലൊറാന്തസ് ആൻഡ് ട്രീസ്. ഇപ്പോ എനിക്കിത് പറഞ്ഞ പെട്ടെന്ന് ഓർമ്മ വന്നാണ്, നമ്മളെല്ലാവരും പാണ്ടിപ്പട സിനിമ കണ്ടിട്ടുണ്ട് ഇല്ലേ? അതിനകത്ത് എന്താണ്, ഭയങ്കര കോമഡി ഉള്ള ഒരു പടമാണ് പാണ്ടിപ്പട എന്ന് പറയുന്നത്. അതിൽ ദിലീപ് തമിഴ്നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു വീടിന്റെ ഫ്രണ്ടിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോ അങ്ങനെ ആരാണ്? ബാസീനെ കാണാനായിട്ട്, പ്രിയപ്പെട്ട സുഹൃത്ത്, അല്ലെ? ഹരിശ്രീ അശോകൻ, അല്ലെ? ബാസീനെ കാണാനായിട്ട് വരുമ്പോ ബാസി ഇതേപോലെ ഒളിച്ചിരിക്കും കാണാതിരിക്കാനായിട്ട്. പക്ഷെ അവർ തമ്മിൽ കാണും. അപ്പൊ കണ്ടു കഴിയുമ്പോ എന്താണ്, ബാസിക്ക് ഭയങ്കര വിഷമാണ് ഇവൻ കണ്ടുപിടിച്ചേലേ. കാരണം എന്താണ്? ദിലീപ് ഒരു പാരസൈറ്റ് ആണ്. ദിലീപിന് ഫുഡ് കൊടുക്കണം, ഷെൽട്ടർ കൊടുക്കണം, അതേപോലെ തന്നെ ദിലീപിന്റെ ഇടിയും മേടിച്ചു കൂട്ടണം, അല്ലെ? അപ്പൊ എന്താണ്, ഹരിശ്രീ അശോകൻ അവിടെ ഒരു ഹോസ്റ്റും, ഈ പറയുന്ന ദിലീപ് ഒരു പാരസൈറ്റും ആണ്. അതുകൊണ്ടാണ് ഹോസ്റ്റ് അത്ര പേടിച്ചിരുന്നത്, അല്ലെ? ഇപ്പൊ പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നു. അപ്പോ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, അവര് ഹോസ്റ്റിനെ അറ്റാച്ച് ചെയ്യാൻ മാത്രമല്ല, ഹോസ്റ്റിന്റെ എല്ലാ, അല്ലെങ്കിൽ ന്യൂട്രിയൻസും വാട്ടറും ഒക്കെ ഇവര് വലിച്ചെടുത്ത്, അല്ലെങ്കിൽ ഈ ഹോസ്റ്റിന്റെ എല്ലാവിധ, ഹോസ്റ്റിനെ അത്രത്തോളം എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ് ഈ പാരസൈറ്റുകൾ ജീവിക്കുക. ഓക്കെ.
അപ്പൊ എപ്പിഫൈറ്റും പാരസൈറ്റും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. എപ്പിഫൈറ്റ് ഓൺലി അറ്റാച്ച്മെന്റ് ആണ്, അതിനുവേണ്ടി മാത്രം ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പാരസൈറ്റ് അറ്റാച്ച് ചെയ്യുകയും ചെയ്യും, അതേപോലെ തന്നെ അവരുടെ അവര് കൺസ്യൂം ചെയ്യുന്ന എല്ലാനും ഒരു വലിച്ചെടുക്കുകയും ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ നമ്മൾ അല്ലാതെ തന്നെ കേട്ടിട്ടുള്ള ഒരു ടേമാണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അപ്പൊ കോമ്പറ്റീഷൻ ഇസ് എ റിലേഷൻഷിപ്പ് വിച്ച് ഈസ് ഹാർംഫുൾ ടു ബോത്ത് പാർട്ട്നേഴ്സ് ഇൻ ദ ബിഗിനിങ്. രണ്ടുപേർക്കും തുടക്കത്തിലേ അത് ഹാർംഫുൾ ആണ്. ഇപ്പോ രണ്ട് ആടുകൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നു, തുടക്കത്തിൽ ഇതേപോലെ രണ്ടുപേർക്കും പരിക്കുകൾ പറ്റാം അല്ലെ. അപ്പൊ രണ്ടുപേർക്കും ഇതേപോലെ ബിഗിനിങ്ങിൽ ഹാർംഫുൾ ആണ്. ലേറ്റർ ഏതാണോ ജയിക്കുന്നത് അതിനത് ബെനഫിഷ്യൽ ആണ്. അപ്പോ ഒരാൾക്ക് ആദ്യമേ തുടക്കത്തിലെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് രണ്ടുപേർക്കും എന്താണ്, ഹാർംഫുൾ ആണ്. ഫൈനലി ആ ഒരു ഫൈറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ, ആ ഒരു കോമ്പറ്റീഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് വിൻ ചെയ്യുന്നത് ആരാണോ അവർക്കത് ബെനഫിഷ്യലും ആണ്. ഇപ്പൊ നമ്മൾ അതിനെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ, നമുക്ക് ഇപ്പോ പാഡി ആൻഡ് വീഡ്സ് അല്ലെ, നമ്മുടെ എന്താണ് വയലില് എന്തും ഉണ്ടാകാം, നെല്ലും ഉണ്ടാകാം, അതിന്റെ ഒപ്പം കുറെ വീടുകൾ ഉണ്ടാകാം. അപ്പൊ ഈ കളകൾ എന്താ ചെയ്യുന്നത്, വീഡ്സ് എന്താ ചെയ്യുന്നത്, അവര് സ്പേസിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ന്യൂട്രിയൻസിന് വേണ്ടിയിട്ട് തമ്മിൽ കോമ്പറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ കോമ്പറ്റ് ചെയ്തിട്ട് അവർക്ക് ഈ കൂടുതൽ കളകൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു പാഡിനെ നശിപ്പിക്കും അല്ലെ, നെല്ലിനെ നശിപ്പിച്ച് അവിടെ ഡോമിനേറ്റ് ചെയ്ത് സ്പേസും കിട്ടും അവർക്ക്, പിന്നെന്താ അവർക്ക് ന്യൂട്രിയൻസും കിട്ടും. അപ്പൊ അവരെന്താ പിന്നീട് അവർ അപ്പൊ വിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ വീഡ്സിന് എന്തായി, അവർക്ക് സ്പേസും ന്യൂട്രിയൻസും കിട്ടി. അപ്പൊ അവർക്ക് അത് പിന്നീട് ബെനഫിഷ്യൽ ആയിട്ട് മാറിയില്ലേ. അതാ പറയുന്നത്, ആദ്യം അവർക്ക് ഹാർംഫുൾ ആയിരിക്കും, പിന്നീട് വിൻ ചെയ്യുന്ന ആൾക്ക് ബെനഫിഷ്യൽ ആയിട്ട് മാറുകയും ചെയ്യുന്ന റിലേഷൻ ആണ് കോമ്പറ്റീഷൻ. ഹിയർ ബോത്ത് ദ ഓർഗാനിസംസ് കോമ്പീറ്റ് ഫോർ ദ സെയിം റിസോഴ്സസ്. ഒരേ ഒരു അല്ലെങ്കിൽ സെയിം റിസോഴ്സസിന് വേണ്ടി അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നു, കോമ്പീറ്റ് ചെയ്യുന്നു. ദീസ് റിസോഴ്സസ്, ഈ റിസോഴ്സസ് എന്ന് പറയുന്നത് ഫുഡ് ആകാം, വാട്ടർ ആകാം, ഷെൽട്ടർ ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കമ്പോണന്റ് ആകാം. ഇതിന് വേണ്ടിയിട്ടൊക്കെ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നു, സർവൈവലിനും റീപ്രൊഡക്ഷനൊക്കെ വേണ്ടിയിട്ട്. അപ്പോ ഇങ്ങനെ ഒരു ഫൈറ്റ് നടക്കുന്നു നമ്മൾ നാച്ചുറലി നമ്മുടെ നേച്ചറിൽ കാണുന്ന ഒരു പ്രോസസ് ആണ് ഈ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അനിമൽസിലും നടക്കാം, അതേപോലെ തന്നെ പ്ലാന്റ്സിലും നടക്കാം. അപ്പൊ ഇതൊരു മറ്റൊരു റിലേഷൻ ആണ്, ഈ എക്കോളജിക്കൽ ഇന്ററാക്ഷൻ ആണ് ഈ കോമ്പറ്റീഷൻ. ഇപ്പൊ പറഞ്ഞ എക്കോളജിക്കൽ ഇന്ററാക്ഷൻസ് നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ, മ്യൂച്വലിസം എന്ന് പറയുന്നത് രണ്ടുപേർക്കും ബെനഫിഷ്യൽ ആണ്, സിംബിയോട്ടിക് റിലേഷൻഷിപ്പ് ആണ്. കമൻസാലിസം ആണെങ്കിലോ അവിടെ ഒരാൾക്ക് ബെനഫിഷ്യൽ ആണെങ്കിൽ മറ്റേ ആൾക്ക് ഗുണമോ ദോഷമോ ഇല്ല, നോട്ട് അഫക്റ്റഡ് ആണ്. പ്രിഡേഷൻ ആണെങ്കിൽ ഒരാൾ പ്രേയും മറ്റേ ആൾ പ്രിഡേറ്ററും ആകുന്നു. അപ്പോൾ പ്രിഡേറ്ററിന് അത് ബെനഫിഷ്യൽ ആണ്, പ്രേക്ക് അത് ഹാർംഫുൾ ആണ്. പാരസൈറ്റിസം, ഇവിടെ പാരസൈറ്റും ഉണ്ട് ഹോസ്റ്റും ഉണ്ട് അല്ലെ. പാരസൈറ്റിന് ഇത് ബെനഫിഷ്യൽ ആണ്, ഹോസ്റ്റിന് ഇത് എന്താണ്, ഹാർംഫുൾ ആണ്. കോമ്പറ്റീഷൻ, ആദ്യം രണ്ടുപേർക്കും എന്താണ്, ഹാർംഫുൾ ആണ്, പിന്നെ വിൻ ചെയ്യുന്ന ആൾക്ക് അത് ബെനഫിഷ്യൽ ആണ്. ഇതൊക്കെയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ഓർത്ത് വെക്കാം. നമുക്ക് പേര് പറയുമ്പോൾ തന്നെ ഇതൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റണം, ഇതിന്റെ എക്സാമ്പിൾസ് ഓർത്തെടുക്കാൻ പറ്റണം, ഇത് തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ഓർത്തിരുന്നിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ അല്ലേ, എക്കോളജിക്കൽ ഇന്ററാക്ഷൻസ്. ഇനി പ്ലാന്റ്സും അനിമൽസും എങ്ങനെയാണ് ഇന്റർഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് ജീവിക്കുന്നത്. അപ്പൊ ആദ്യത്തെയാണ് പ്ലാന്റ്സ് ഡിപ്പെൻഡിങ് ഓൺ അനിമൽസ്. ഏതൊക്കെ കാര്യങ്ങളിൽ അനിമൽസിനെ ഡിപ്പെൻഡ് ചെയ്ത് പ്ലാന്റ്സ് ജീവിക്കുന്നു? പോളിനേഷൻ, പോളിനേഷന് ഈ ഒരു പ്ലാന്റിൽ പോളിനേഷൻ നടക്കണമെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഇൻസെക്റ്റും ബേർഡ്സ് ഒക്കെയാണ് അല്ലെ. അപ്പൊ അതൊരു ഇന്ററാക്ഷൻ ആണ്. അതേപോലെ തന്നെ അവരുടെ ഫ്രൂട്ട് കഴിച്ചിട്ട് ആ ഒരു സീഡ് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി കളയാനായിട്ട് ഈ ബേർഡ്സ് ആയിക്കോട്ടെ ഇപ്പോ അനിമൽസ് ആയിക്കോട്ടെ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇല്ലേ. പിന്നെന്താ, എർത്ത് വെംസ് മേക്ക് ദ സോയിൽ സോഫ്റ്റ് ഫോർ ദ മൂവ്മെന്റ് ഓഫ് എയർ. അതേപോലെ തന്നെ മണ്ണിൽ കാണുന്ന മണ്ണിര എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ അത് മണ്ണിനെ പോറസ് ആക്കുകയും അതുവഴി എയറിനെ അവര് ട്രാപ്പ് ചെയ്ത് ഈ പോർസിൽ ട്രാപ്പ് ചെയ്ത് വെക്കുകയും ചെയ്യും. അപ്പൊ ഇതവർക്ക് പ്ലാന്റ്സിന് യൂസ്ഫുൾ ആണ് അല്ലെ. പിന്നെന്താ, ഡെഡ് ആൻഡ് ഡീക്കേഡ് അനിമൽസ് മേക്ക് ദ സോയിൽ റിച്ച് ഇൻ ന്യൂട്രിയൻസ്. അപ്പോൾ ഡെഡ് ഡീക്കേയിങ് ആയിട്ടുള്ള എല്ലാനും മണ്ണിൽ കിടക്കുമ്പോൾ അതും ഇതേപോലെ ഡീകമ്പോസ് ചെയ്തിട്ട് പ്ലാന്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ന്യൂട്രിയൻസ് റിച്ച് ആക്കി മാറ്റുന്നു സോയിലിനെ.
ഇനി കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ്ഡ് ബൈ ആനിമൽസ് ഈസ് യൂസ്ഡ് ഫോർ ഫോട്ടോസിന്തസിസ്. നമ്മള് പുറത്തേക്ക് അല്ലെങ്കിൽ പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് അത് പ്ലാന്റ്സ് എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? ഫോട്ടോസിന്തസിസിന് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി തിരിച്ചു നോക്കിയാണെങ്കിൽ അനിമൽസ് ഡിപ്പെൻഡിങ് ഓൺ പ്ലാന്റ്, ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത്? മെയിൻ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ പ്ലാന്റ്സ് അല്ലെങ്കിൽ പ്ലാന്റ് ബേസ്ഡ് ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ് അല്ലെ. ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലിയോ നമ്മൾ പ്ലാന്റിനെ ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. പിന്നെന്താ, നമ്മൾ കഴിക്കുന്ന ഓയിൽ, കോക്കനട്ട് ഓയിൽ ആയിക്കോട്ടെ, പാം ഓയിൽ ആയിക്കോട്ടെ, സൺഫ്ലവർ ഓയിൽ ആയിക്കോട്ടെ, എല്ലാനും എന്താണ്? പ്ലാന്റ് ബേസ്ഡ് ആണ് അല്ലെ. സ്പൈസസ്, പലതരത്തിലുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ, ഇതെല്ലാനും എന്താണ്? പ്ലാന്റ് പ്രോഡക്ട്സ് ആണ് അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അനിമൽസ് മൈൻഡ് ഷെൽട്ടർ ഇൻ ട്രീസ്, അതേപോലെ തന്നെ അനിമൽസ് ഇപ്പൊ നമ്മുടെ പൂർവികരായിക്കോട്ടെ, ഇതേപോലെ മരത്തില് വീട് വെച്ച് ജീവിച്ചിരുന്ന ആൾക്കാരാണ്. ഇന്നും ഇന്നിപ്പോ പറയുകയാണെങ്കിൽ ഇപ്പോ ആരാണ്? ബേർഡ്സ്, അതേപോലെ മറ്റുള്ള അനിമൽസ് ഒക്കെ ഇതേപോലെ ട്രീസിലൊക്കെ കൂട് കൂട്ടുന്ന ആൾക്കാരാണ് അല്ലെ. പിന്നെ അനിമൽസ് റെസ്പയർ ഓക്സിജൻ റിലീസ്ഡ് ബൈ പ്ലാന്റ്. നമ്മൾ ശ്വസിക്കുന്ന വായു അല്ലെങ്കിൽ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ എന്ന് പറയുന്നത് ആരുണ്ടാക്കുന്നതാണ്? പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഇതിലൊക്കെ നമ്മൾ അവരോട് കടപ്പെട്ടിരിക്കുന്നു അല്ലെ. നമ്മൾ അവരായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ അവരില്ലെങ്കിൽ നമ്മളില്ല, നമ്മളില്ലെങ്കിൽ അവരില്ല. അപ്പൊ അങ്ങനെയാണ് ഒരു കണക്ഷൻ, ഒരു ഇന്റർ ഡിപ്പെൻഡൻസ് വരുന്നത്. ഇനി ഒരു ചെറിയൊരു ടേമാണ് ബയോ മാഗ്നിഫിക്കേഷൻ. ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ദ കോൺസെൻട്രേഷൻ ഓഫ് എ സബ്സ്റ്റൻസ് സച്ച് എസ് ടോക്സിൻ ഓർ പൊല്യൂട്ടന്റ് ഇൻക്രീസസ് അസ് ഇറ്റ് മൂവ്സ് അപ്പ് ദ ഫുഡ് ചെയിൻ. ഒരു ഫുഡ് ചെയിനില് ഈ പറഞ്ഞ ഒരു ടോക്സിനോ ഒരു പൊല്യൂട്ടന്റോ ചെറിയ ഓർഗാനിസത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രൊഡ്യൂസറിൽ നിന്ന് ഹയർ ഓർഗാനിസത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ കോൺസെൻട്രേഷൻ കൂടുന്നു. എന്തിന്റെ? ഈ പൊല്യൂട്ടന്റിന്റെ, ഈ ഒരു ടോക്സിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നു. ഇതിനെയാണ് ബയോമാഗ്നിഫിക്കേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഹെവി മെറ്റൽസ്. ഈ പറയുന്ന ടോക്സിൻ അല്ലെങ്കിൽ പൊല്യൂട്ടന്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാകാം? മെർക്കുറി ആകാം, ആർസനിക്, പോളിക്ലോറിനേറ്റഡ് ബൈഫീനൈൽസോ DDT ഒക്കെ ആകാം. ഇനി വെൻ ദി സബ്സ്റ്റൻസ് ആർ ടേക്കൺ അപ്പ് ബൈ ദ ഓർഗാനിസംസ് ത്രൂ ദ ഫുഡ് ദേ കൺസ്യൂം. അപ്പോ ഈ ഒരു ഓർഗാനിസത്തിൽ ഇത് എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? ത്രൂ ഫുഡ് ചെയിൻ ആണ് എത്തുന്നത് അല്ലെ. അപ്പോ ഫുഡ് ചെയിനിൽ എത്തുക മാത്രമല്ല, ഇതിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പൊല്യൂട്ടൻ, ഈ ടോക്സിൻ കൂടുതലായിട്ട് കൂടുതൽ കോൺസെൻട്രേഷനിലേക്ക് ഓരോരോ ഓർഗാനിസത്തിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നു ത്രൂ ഫുഡ് ചെയിൻ. When the organisms in the higher food chain feeds on the organisms in the lower chain containing these toxins, they get accumulated in the higher organism. അപ്പൊ ഇത് ഫുഡ് ചെയിനിലൂടെ ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ഇതിന്റെ കോൺസെൻട്രേഷൻ അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നു. ഈ ഒരു എക്സാമ്പിൾ നോക്കി റൈറ്റ് സൈഡിൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, നോക്കിയേ. വാട്ടറിൽ DDTയുടെ ഒരു കോൺസെൻട്രേഷൻ, DDT ആണ് ഇവിടെ പറയുന്ന പൊല്യൂട്ടന്റ് അല്ലെങ്കിൽ ടോക്സിൻ എന്ന് പറയുന്നത്. അപ്പോ DDT എങ്ങനെയാണ് കൂടുന്നത് ഓർഗാനിസത്തില് എങ്ങനെയാണെന്ന് നോക്കാം. വാട്ടറിൽ അതിന്റെ എമൗണ്ട് കണ്ടോ? DDTയുടെ എമൗണ്ട് 0.00003 ppm ആണ്. പിന്നെ അത് ഈ വെള്ളം കൺസ്യൂം ചെയ്യുന്ന സൂപ്ലാങ്ക്ടൻസ്, ചെറിയ അക്വാട്ടിക് ഓർഗാനിസംസ്, അവരിൽ എങ്ങനെയായി? അത് കൂടി 0.04 ppm ആയി. ഇനി ഇവരെ കൺസ്യൂം ചെയ്യുന്ന ചെറിയ ഫിഷസ്, അവരിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ DDTയുടെ അളവ് 0.5 ppm ആയി മാറി. കണ്ടോ? കോൺസെൻട്രേഷൻ കൂടി DDTയുടെ. സോറി. ഇനി ചെറിയ ഫിഷസിനെ കൺസ്യൂം ചെയ്യുന്ന ലാർജ് ഫിഷ്, അതിന്റെ ഇരട്ടിയുടെ ഇരട്ടിയായി 2 ppm ആയി മാറി. എന്തിന്റെ കോൺസെൻട്രേഷൻ? DDTയുടെ കോൺസെൻട്രേഷൻ. ഈ ലാർജ് ഫിഷിനെ കൺസ്യൂം ചെയ്യുന്ന മറ്റൊരു ഫിഷ് ഈറ്റിംഗ് പ്രേ അല്ലെങ്കിൽ ഫിഷ് ഈറ്റിംഗ് ബേർഡ്സ് ഓഫ് പ്രേ, അപ്പോ ആ ഒരു ഈഗിളിന്റെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞപ്പോ അത് എന്തായി? 25 ppm ആയിട്ട് ഉയർന്നു കോൺസെൻട്രേഷൻ. അപ്പൊ അത് എവിടെന്നാ സ്റ്റാർട്ട് ചെയ്തേ നോക്കിയേ. അത് എത്രയായിട്ടാണ് ഏറ്റവും ഹയർ ആനിമൽസിൽ എത്തിയെന്ന് നോക്കിയേ. അപ്പൊ ഈ ഒരു ഫ്ലോ അല്ലെങ്കിൽ ഈ ഒരു പൊല്യൂട്ടന്റിന്റെ ഫ്ലോ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ബയോമാഗ്നിഫിക്കേഷൻ. അത് ഫ്ലോ ചെയ്യാൻ മാത്രമല്ല, ഫുഡ് ചെയിനിലൂടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം? ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയാം. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇൻക്രീസ്, അപ്പോ ഇതുപോലെ വന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ടോക്സിക്കൻസ് അറ്റ് സക്സസീവ് ട്രോഫിക് ലെവൽ.
ഓരോ ട്രോഫിക് ലെവൽ എത്തുമ്പോഴും ഈ ടോക്സിക്കന്റിന്റെ അല്ലെങ്കിൽ ടോക്സിന്റെ കോൺസെൻട്രേഷൻ കൂടുന്ന പ്രോസസ് ആണ് എന്ത്? ബയോമാഗ്നിഫിക്കേഷൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ സിംബിയോട്ടിക് റിലേഷൻഷിപ്പ്? സിംബിയോട്ടിക് റിലേഷന്റെ എക്സാമ്പിൾ എന്താണ്? നമ്മൾ പഠിച്ചു, ഏതാണ്? മ്യൂച്വലിസം ബിറ്റ്വീൻ ക്ലൗൺ ഫിഷ് ആൻഡ് സീ അനിമോൺ. അതല്ലേ ഒരു സിംബിയോട്ടിക് റിലേഷൻഷിപ്പ് ഇതില്. അതിനകത്ത് വേറെ എന്തൊക്കെയുണ്ട്? പ്രിഡേറ്റർ പ്രേ റിലേഷൻഷിപ്പ് ഉണ്ട്. അതെന്താ? പ്രിഡേഷൻ ആണ്. കോമ്പറ്റീഷൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ഫോർ റിസോഴ്സസ്. പിന്നെന്താ? ലാസ്റ്റ് കമൻസാലിസം ബിറ്റ്വീൻ റിമോറ ഫിഷ് ആൻഡ് ഷാർക്ക്. അപ്പൊ ഇതില് സിംബിയോട്ടിക് എന്ന് പറഞ്ഞിട്ട് രണ്ടു പേർക്കും ബെനിഫിറ്റ് കിട്ടുന്നത് ഏത് റിലേഷനിലാണ്? മ്യൂച്വലിസം ബിറ്റ്വീൻ ക്ലൗൺ ഫിഷ് ആൻഡ് സീ അനിമോൺ. അപ്പൊ ഇത്രയും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊന്ന് ഈ ഒരു എക്കോളജിക്കൽ ഇന്ററാക്ഷൻ കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുക, എക്സാമ്പിൾസ് കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കുക. അപ്പൊ ഇത്രയും പറഞ്ഞത് ഒന്ന് നന്നായിട്ട് പഠിച്ച് എക്സാമിന് അറ്റൻഡ് ചെയ്യാം. അപ്പൊ ഓക്കെ, നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക് യു.